നടി വിൻസി അലോഷ്യസിൻ്റെ ജീവിതം പരിശോധിച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു വന്ന ഒരു നടിയാണ് വിൻസി അലോഷ്യസ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കുട്ടിക്കാലം മുതൽ സിനിമയോടുള്ള അടങ്ങാത്ത അഭിനിവേശം വിൻസിക്ക് ഉണ്ടായിരുന്നു. അത് ഉള്ളിൽ തന്നെ സൂക്ഷിച്ചു. മലപ്പുറം പൊന്നാനി സ്വദേശിയാണ് വിൻസി അലോഷ്യസ്. ഈ ഡിസംബറിൽ 30 വയസ്സ് വിൻസിക്ക് തികയും. അത്രയും ചെറുപ്പമായ ഒരു നടി കൂടിയാണ് വിൻസി. പക്ഷേ അഭിനയിച്ച സിനിമകളുടെ എണ്ണം പരിശോധിച്ചാൽ എണ്ണം വളരെ കുറവാണ്. കഷ്ടിച്ച് 13 സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷേ വിൻസിയെ എല്ലാവരും അറിയുന്നത് ഈ രേഖ എന്ന ചിത്രത്തിലെ അഭിനയ മികവിന് 2022 മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചതോടുകൂടിയാണ് വിൻസിയെ തേടി എല്ലാവരും എത്തിയത്. അന്ന് ടെലിവിഷൻ ചാനലുകളിലൊക്കെ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു അന്ന് വിൻസിയുടെ അഭിമുഖങ്ങളൊക്കെ തന്നെ. അന്നാണ് വിൻസിയെ മലയാളികൾ കൂടുതലായി തിരിച്ചറിയുന്നത്. അത് താനൊരു അസൽ അഭിനേത്രിയാണെന്ന് അവർ നിരന്തരം തെളിയിച്ചു. അവർ കിട്ടുന്ന കഥാപാത്രങ്ങളെ അത്ര മനോഹരമായി അവതരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 2019 സിനിമയിൽ വന്ന വിൻസി കേവലം 6 വർഷം കൊണ്ടാണ് ഈ അസാധാരണമായ നേട്ടം കൈവരിച്ചത്. അതിനുള്ളിൽ തന്നെ സംസ്ഥാന അവാർഡും കരസ്ഥമാക്കി എന്നുള്ളതാണ് വിൻസിയുടെ ഏറ്റവും വലിയ നേട്ടം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. മറ്റൊന്ന്, വിൻസിയുടെ അച്ഛൻ അലോഷ്യസ് ലോറി ഡ്രൈവറാണ്. അമ്മ സോണി അധ്യാപികയുമായിരുന്നു. മാതാപിതാക്കളുടെ പേരുകൾ ചേർത്താണ് വിൻസി പേര് ഇട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു സ്വകാര്യ ചാനലിലെ ഒരു ടാലൻറ്റ് ഹണ്ട് ഷോയിൽ റണ്ണറപ്പ് ആയതോടെയാണ് വിൻസി സിനിമാ വൃത്തങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടത്. മഞ്ജു വാര്യർക്കൊപ്പം ഒരു പരസ്യ ചിത്രത്തിൽ അഭിനയിച്ച വിൻസിയുടെ പ്രകടനം കയ്യടി നേടി. തൊട്ടടുത്ത വർഷം തന്നെ മറ്റൊരു സ്വകാര്യ ചാനലിൽ D5 ജൂനിയർ എന്ന ഡാൻസ് റിയാലിറ്റി ഷോയിലും വിൻസി കസറി. സൗബിൻ നായകനായ വികൃതി എന്ന പടത്തിൽ ശ്രദ്ധേയമായ റോളിലേക്ക് വിൻസി ക്ഷണിക്കപ്പെട്ടു. അങ്ങനെയാണ് വിൻസി സിനിമയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. വിൻസിയുടെ സ്വാഭാവികമായ അഭിനയ രീതിക്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ ആരാധകരുണ്ടായി. കനകം കാമിനി കലഹം എന്ന പടത്തിലെ പ്രകടനവും ചർച്ചയായി. കുഞ്ചാക്കോവിനൊപ്പം ഭീമൻ്റെ വഴിയിൽ അഭിനയിച്ച വിൻസിക്ക് വീണ്ടും എല്ലാവരും വിൻസിയെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. കാരണം വളരെ മികച്ച രീതിയിൽ തന്നെ ആ കഥാപാത്രത്തെ വിൻസിക്ക് ഉള്ളടക്കം ചെയ്യാൻ കഴിഞ്ഞു. മാധ്യമങ്ങൾ അവരുടെ അഭിനയത്തെ പ്രകീർത്തിച്ചെഴുതി. സിനിമകൾക്ക് പോലും അപ്രാപ്യമായ പോപ്പുലർ യൂട്യൂബ് ചാനൽ കരിക്കിലെ കലക്കാച്ചി എന്ന വെബ് സീരീസിലും പിന്നീട് എമിലി എന്ന വെബ് സീരീസിലും പ്രധാന റോളുകളിൽ പ്രത്യക്ഷപ്പെട്ടു. ദീർഘകാലം ക്ലിനിക്കൽ ഡിപ്രഷൻ അനുഭവിക്കേണ്ടി വന്ന എമിലി എന്ന ഒരു പെൺകുട്ടി ഒരു സൈക്കോപാത്ത് കില്ലറായി മാറുന്നതായിരുന്നു ഇതിവൃത്തം. അസാധ്യ മികവോടുകൂടിയാണ് വിൻസി ആ വേഷം അവതരിപ്പിച്ചത്. അതോടൊപ്പം തന്നെ പൃഥ്വിരാജ് നായകനായ ജനഗണമനയിലെ ഗൗരി ലക്ഷ്മി എന്ന കഥാപാത്രവും വിൻസിയുടെ റേഞ്ച് വെളിപ്പെടുത്തുന്നതായിരുന്നു. ഗൗരി ലക്ഷ്മി എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടൊരു കഥാപാത്രമാണ്. രേഖ എന്ന ഓഫ് ബീറ്റ് ചിത്രം വിൻസിയുടെ കരിയർ ഗ്രാഫ് പെട്ടെന്ന് ഉയർത്തുകയായിരുന്നു. അനിതര സാധാരണമാണെന്ന് വിലയിരുത്തപ്പെട്ട പ്രകടനത്തിന് സംസ്ഥാന അവാർഡ് ലഭിച്ചു. അതോടുകൂടി വിൻസി എല്ലാവരും അറിയപ്പെടുന്ന ഒരു നടിയായി മാറിക്കഴിഞ്ഞു. ഫിലിം ഫെയർ അവാർഡ് കൂടി ലഭിച്ചതോടെ വിൻസി സോണി അലോഷ്യസ് എന്ന നാമധേയം മലയാള സിനിമാ ചരിത്രത്തിൽ അടയാളപ്പെടുത്തി എന്ന് തന്നെ പറയേണ്ടി വരും. അതീവ സാധാരണമായ ജീവിത സാഹചര്യങ്ങളിൽ ജനിച്ച് വളരുന്ന പല പെൺകുട്ടികളും തങ്ങൾക്ക് അപ്രാപ്യമെന്ന് കരുതി വിട്ടുകളയുന്ന ഒരു മേഖലയിൽ ധൈര്യപൂർവ്വം കടന്നു വന്ന് മോഹിപ്പിക്കുന്ന വിജയങ്ങൾ നേടി ഒരു നടിയായി മാറുകയായിരുന്നു വിൻസി. വിൻസിയുടെ ജീവിതം ആ അർത്ഥത്തിൽ എല്ലാവർക്കും പ്രചോദനമാണ്. കാരണം ഇത്രയധികം ഒരു സാമ്പത്തികം വലിയ ഇല്ലാത്ത കുടുംബത്തിൽ നിന്ന് വന്ന ഒരു വിൻസി വലിയ മലയാള സിനിമയിൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുന്നത് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ കുഞ്ഞുനാളിലെ വളരെ ബ്യൂട്ടി കോൺഷ്യസ് ആയിരുന്നു വിൻസി. കാവ്യ മാധവനും മീര ജാസ്മിനും സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന കാലത്ത് അവരുടെ അഭിനയവും ചാനലുകളിൽ വരുന്ന അഭിമുഖങ്ങളും ഒക്കെ കണ്ട് അവരെ പോലെയാകാൻ തീവ്രമായി മോഹിച്ച ഒരു പെൺകുട്ടിയായിരുന്നു. മകളുടെ ട്രാക്ക് തങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ നിന്നും വിഭിന്നമാണെന്ന് മാതാപിതാക്കൾക്ക് പോലും ബോധ്യമായി. അവർ ദിവസവും കാണുന്നത് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് അഭിനയിക്കുന്ന വിൻസിയാണ്. അത്തരത്തിൽ ചെറുപ്പം മുതൽ തന്നെ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് അഭിനയിച്ച് പരിശീലിക്കുമായിരുന്നു വിൻസി. അതുകൊണ്ട് തന്നെ അവർ അഭിനയിക്കുന്ന ഓരോ കഥാപാത്രങ്ങൾ കാണുമ്പോഴും ആ ഒരു സ്വാഭാവികത വിൻസിയുടെ അഭിനയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ചെറുപ്പത്തിൽ നിറം കുറഞ്ഞ കുട്ടിയെന്ന് പലരും വിശേഷിപ്പിച്ചപ്പോൾ മറ്റ് കുട്ടികളെപ്പോലെ വിൻസി തകർന്നില്ല. വിൻസി പകരം ഭംഗിയുള്ള സിനിമാ മേഖലയിലേക്ക് പോയാൽ തനിക്കും ഭംഗി വയ്ക്കും എന്ന ശുഭപ്രതീക്ഷ വെച്ചു പുലർത്തുകയാണ് ചെയ്തത്. നിറയെ മുടിയുണ്ടായിരുന്ന വിൻസി വിനോദയാത്രയിലെ മീര ജാസ്മിനെ കണ്ട് മുടി അങ്ങ് മുറിച്ചു കളഞ്ഞു. അത് കുറേ കയറിപ്പോയി. അതോടെ വിൻസിയുടെ രൂപം തന്നെ മാറുകയായിരുന്നു. ഇതൊക്കെയാണെങ്കിലും അപ്പച്ചന് വിൻസിയിൽ വലിയ വിശ്വാസമായിരുന്നു. ലോറി ഓടിച്ചു പോകുന്നതിനിടയിൽ അടുത്തിരിക്കുന്ന ആളോട് ഈ വിൻസിയുടെ അപ്പൻ പറയുമായിരുന്നു,
അവൾ എവിടെയെങ്കിലുമൊക്കെ എത്തുമിടാ. കേട്ടിരുന്നയാൾ വന്ന് വിൻസിയോട് വിവരം പറഞ്ഞു. അതോടെ ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിച്ചു. പക്ഷേ അവിടെയും ഒരു വൈരുദ്ധ്യമുണ്ടായിരുന്നു. സ്കോളർഷിപ്പോടെ നല്ല നിലയിൽ പഠിച്ച് മുന്നേറുന്ന വിൻസി ആ നിലയിൽ ഉയരുമെന്നായിരുന്നു ആ അച്ഛൻ്റെ പ്രതീക്ഷ. പക്ഷേ വിൻസിയുടെ മനസ്സ് നിറയെ സിനിമയായിരുന്നു. വീടിൻ്റെ സുരക്ഷിതത്വത്തിൽ വളർന്ന കുട്ടിയായിരുന്നു വിൻസി. ഒറ്റ മകൾ. ആഗ്രഹിച്ച കോഴ്സ് ചെയ്യാൻ വിശാഖപട്ടണത്ത് അഡ്മിഷൻ കിട്ടിയപ്പോൾ അവിടെ വെടിവയ്പ്പുള്ള സ്ഥലമാണെന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയ അച്ഛൻ മകളുടെ സുരക്ഷിതത്വത്തിലുള്ള ആകുലത കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപരിചിതമായ ഒരു ദേശത്തേക്ക് മകളെ തനിച്ചു വിടാൻ മനസ്സു വന്നില്ല. ഒടുവിൽ കേരളത്തിൽ തന്നെ ആർക്കിടെക്ചർ ഡിഗ്രി കോഴ്സ് നല്ല നിലയിൽ പൂർത്തിയാക്കിയ വിൻസി ഒരു ദിവസം പ്രതീക്ഷിക്കാതെ റിയാലിറ്റി ഷോയ്ക്ക് പോയപ്പോൾ വീട്ടുകാർക്കതൊരു ഷോക്കായി. വീട്ടിൽ പറയാതെയാണ് ഓഡിഷന് പോയത്. സെലക്ഷൻ കിട്ടി. ഷൂട്ട് കഴിഞ്ഞ് പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുമെന്ന ഘട്ടം വന്നപ്പോൾ അപ്പനോട് പറഞ്ഞു കയ്യിൽ കിട്ടുന്നത് വെച്ച് എറിയുമെന്നും ഭയങ്കരമായി ചീത്ത പറയുമെന്നും പേടിച്ചാണ് പോയത്. പക്ഷേ അപ്പൻ്റെ ആദ്യ ചോദ്യം വിൻസിയെ ഞെട്ടിച്ചു. അഥവാ ഫസ്റ്റ് റൗണ്ടിലെങ്ങാനും നീ ഔട്ടായാൽ ഞാൻ നാട്ടുകാരുടെ മുഖത്തെങ്ങനെ നോക്കുമെന്നാണ് ആ അച്ഛൻ ചോദിച്ചത്. അത്രയധികം പ്രോത്സാഹനവും സ്നേഹവുമായിരുന്നു അച്ഛന് വിൻസിയോട്. ബ്യൂട്ടി, ഫെയിം, മണി, ഈ 3 കാര്യങ്ങളാണ് പ്രാഥമിക ഘട്ടത്തിൽ വിൻസിയെ സിനിമയിലേക്ക് ആകർഷിച്ചിരുന്നെങ്കിൽ പിന്നീട് ആ കാഴ്ചപ്പാട് തന്നെ മാറി. ഒരു കഥാപാത്രത്തെ എത്രമാത്രം പൂർണ്ണതയോടെ അവതരിപ്പിക്കാവുന്ന തലത്തിലേക്ക് വിൻസി മാറി ചിന്തിക്കാൻ തുടങ്ങി. രേഖ എന്ന സിനിമയിൽ റേപ്പ് പോലുള്ള ഡാർക്ക് സീനുകൾ ചെയ്യുമ്പോഴും ആ കഥാപാത്രത്തിനപ്പുറം മറ്റ് ആകുലതകൾ തന്നെ അലട്ടിയിരുന്നില്ലെന്ന് വിൻസി ഏറ്റു പറഞ്ഞിട്ടുണ്ട്. ഒരു സ്റ്റാർട്ടിനും കട്ടിനും ഇടയിൽ അവസാനിക്കുന്നതായിരുന്നു എല്ലാം. ഏതായാലും ബ്യൂട്ടി, ഫെയിം, മണി, ഈ 3 കാര്യങ്ങൾ പ്രാഥമിക ഘട്ടത്തിൽ വിൻസിയെ സിനിമയിലേക്ക് ആകർഷിച്ചെങ്കിൽ പിന്നീട് വിൻസിയുടെ ആ ഒരു തലം മാറുകയായിരുന്നു. എന്നാൽ ഈ ഇത്തരത്തിൽ റേപ്പ് പോലുള്ള സീനുകൾ കാണുന്ന അപ്പച്ചനോടും അമ്മച്ചിയോടും എന്ത് പറയുമെന്ന ടെൻഷൻ ഉണ്ടായിരുന്നു. മാതാപിതാക്കൾക്കൊപ്പം ഒരുമിച്ചിരുന്ന് പ്രിവ്യൂ കാണുമ്പോൾ എന്തായിരിക്കും അവരുടെ പ്രതികരണം എന്ന ടെൻഷൻ ഉണ്ടായിരുന്നു. ഇൻ്റർവെൽ കഴിഞ്ഞ് അപ്പച്ചൻ അടുത്തേക്ക് വിളിപ്പിച്ചപ്പോൾ വിൻസി ഒന്ന് ഭയക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: തുടക്കത്തിൽ അല്പം ലാഗുണ്ടെന്ന് ഡയറക്ടറോടൊന്ന് പറഞ്ഞേക്ക് എന്നതായിരുന്നു. അപ്പോൾ അത്തരത്തിൽ വലിയ ഒരു ഈ നടി എന്ന നിലയിൽ വലിയ ഉയരങ്ങളെത്താൻ വിൻസിക്ക് ഇനിയും കഴിയുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്തരത്തിൽ ഉള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാലും. ഏതായാലും പ്രിവ്യൂ കഴിഞ്ഞ് വിൻസി അവർക്കൊപ്പം വീട്ടിലേക്ക് പോയില്ല. പിന്നീട് ഒരിക്കൽ അപ്പച്ചൻ പറഞ്ഞു, ഇനി ഇങ്ങനത്തെ റോൾ ചെയ്യേണ്ട, പലരോടും മറുപടി പറഞ്ഞ് മടുത്തു എന്ന് അപ്പച്ചൻ പറഞ്ഞു. നമ്മുടെ സമൂഹത്തെക്കുറിച്ച് നന്നായി അറിയാവുന്നതുകൊണ്ട് വിൻസിക്ക് അതിൽ വിഷമം തോന്നിയില്ലെന്ന് മാത്രമല്ല, സ്ക്രിപ്റ്റ് ആവശ്യപ്പെടുന്ന പക്ഷം ഇനിയും ഇത്തരം റോളുകൾ ചെയ്യും എന്ന് തന്നെയാണ് വിൻസി പറഞ്ഞത്. എന്നാൽ സിനിമ തിയേറ്ററിലെത്തിയപ്പോൾ നെഗറ്റീവ് കമൻസ് ഉണ്ടായില്ല. കഥാപാത്രത്തെ ആ നിലയിൽ കാണാൻ പ്രേക്ഷകർക്ക് സാധിച്ചു. ഫീമെയിൽ ലീഡായി ചെയ്ത സിനിമയാണ് രേഖ. അത് തിയേറ്റർ റിലീസ് ചെയ്ത സന്ദർഭത്തിൽ ഒരു പോസ്റ്റർ പോലും ഉണ്ടായില്ല. അതിൻ്റെ കാരണം ഇന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് വിൻസി ഇന്നും സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അഭിനയം എന്ന പ്രക്രിയയെ സംബന്ധിച്ച് തനതായ ധാരണകൾ വെച്ച് പുലർത്തുന്ന അഭിനേത്രിയാണ് വിൻസി. ആക്ടിംഗ് വർക്ക്ഷോപ്പിൽ വെച്ച് അവർക്ക് ലഭിച്ച ഉപദേശം അതേപടി പിന്തുടരാൻ വിൻസി തയ്യാറായില്ല. സങ്കടം വരുന്ന സീനുകളിൽ കരയാൻ പ്രയാസം നേരിട്ടാൽ സ്വന്തം ജീവിതത്തിൽ സംഭവിച്ച ദുഃഖകരമായ ഒരു കാര്യം ഓർത്താൽ കരച്ചിൽ വന്നോളുമെന്നായിരുന്നു ഉപദേശം. അതൊരു നല്ല രീതിയായി വിൻസിക്ക് തോന്നിയില്ല. പകരം കഥാപാത്രത്തെ ഉൾക്കൊള്ളാനായി മറ്റെല്ലാ ചിന്തകളും മാറ്റിവെച്ച് ക്യാരക്ടറിൻ്റെ വിഷമകരമായ അവസ്ഥ മനസ്സിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് അതോർത്ത് കരയും. അത്തരത്തിൽ ആ കഥാപാത്രത്തെ അത്രയധികം ഉൾക്കൊള്ളാൻ വിൻസിക്ക് കഴിയും. രേഖ എന്ന കഥാപാത്രത്തിൽ നിന്ന് വേറെ വ്യത്യസ്തയാണ് താനെന്നും വിൻസി അഭിമുഖത്തിൽ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിൻസിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. കാരണം അത്രയധികം സ്ട്രഗിൾ ചെയ്ത് ഈ സിനിമാ ലോകത്തെത്തിയ ഒരു നടിയാണ് വിൻസി.